കുട്ടികൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ ജ്യൂസ് ആയിട്ട് കൊടുക്കണോ അതോ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കൊടുക്കണോ? ഏതാണ് നല്ലത്? നമുക്ക് നോക്കാം. ജ്യൂസ് ആയിട്ട് മധുരം ചേർത്ത് കൊടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വയറ് ഫില്ലായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവുക, അതുകൊണ്ട് വിശപ്പ് ഉണ്ടാവില്ല അങ്ങനത്തെ കുട്ടികൾക്ക്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജ്യൂസ് ആസിഡിക് നേച്ചർ ആയതുകൊണ്ട് എപ്പോഴും വയറ് വീർത്തിരിക്കാനും ഗ്യാസിന്റെ പ്രോബ്ലംസ് വരാനും അതേപോലെ വയറ്റുനോക്ക് ചെറുത് ഇത്തരം പ്രശ്നങ്ങളിലേക്കൊക്കെ ഇത് വഴിവെക്കാനും സാധ്യത. പിന്നെ ജ്യൂസുകൾ ആസിഡിക് നേച്ചർ ആയതുകൊണ്ട് തന്നെ പല്ലുകൾ കേടാവാനും ഇത് സഹായിക്കും. ജ്യൂസ് നമ്മൾ അരിച്ച് കഴിക്കുന്നതോടുകൂടി ഇതിലെ ഫൈബേഴ്സ് എല്ലാം മിസ് ചെയ്യും. ഈ ഫൈബേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരീരത്തിൽ. ഒന്ന്, നമ്മുടെ ദഹനത്തിനൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊളസ്ട്രോൾ കുറയാൻ ഇതൊരു വലിയ ഘടകമാണ്. ഫൈബർ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ പെട്ടെന്ന് വയറ് നിറയുകയും അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്ഷണം കഴിക്കാതെ നമ്മൾ പൊണ്ണത്തടിയിലേക്കൊക്കെ ആവാതെ നമ്മൾ സംരക്ഷിക്കുകയും. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ, ഒരു ഓറഞ്ച് ഒക്കെ ഒരു ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം 3, 4, 5 ഓറഞ്ച് എടുത്താൽ മാത്രമേ നമുക്കൊരു ഗ്ലാസ് ജ്യൂസ് കിട്ടുള്ളൂ. അപ്പോൾ ക്വാണ്ടിറ്റി വളരെ കൂടുതൽ. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്നത് ഫ്രക്ടോസ് ആണ്. ഈ ഫ്രക്ടോസ് ഒരിക്കലും നമ്മൾ വയറ് നിറഞ്ഞു എന്നുള്ള സിഗ്നൽ കൊടുക്കാൻ വേണ്ടി സഹായിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് കഴിച്ചു ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ അഥവാ ഫ്രൂട്ട്സ് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ സ്മൂത്തി ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മാഷ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ കഴിയണം ജ്യൂസ് ഒഴിവാക്കുന്നതാണ് നല്ലത്.